ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സമയത്ത് എത്രയായി ഉണ്ടാവും സമയം, ഒരു 1:30 ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേറെ എവിടേക്കല്ല, ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാ കാറിലാണ് പോകുന്നത്. ഞാൻ, ഏട്ടൻ, ഏട്ടമ്മ, അമ്മ, കുട്ടികൾ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ രതീഷേട്ടൻ പട്ടാമ്പിൽ നിന്ന് കയറും. രണ്ടുപേട്ട് ഊട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടോ മസനഗുഡി വഴി പോകണം. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. വണ്ടിയിൽ കയറുമ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പകുതി എത്തിയപ്പോൾ തുള്ളി തുള്ളി മഴ ഇതാ ചാറാൻ തുടങ്ങി കേട്ടോ. പിന്നെ കാറിലായി കാരണം പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഹലോ, എങ്ങോട്ടാ പോണത്? എങ്ങോട്ടാ പോണത്? ബിലു ബിലു എങ്ങോട്ടാ? അമ്പാടിനെ ആരോ വെച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് ആയിട്ടുണ്ട്. കുറച്ച് നീങ്ങിയപ്പോഴേക്കും മഴയൊക്കെ പോയി കേട്ടോ. അപ്പൊ ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് താഴ്ത്തി വെക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പോണ വഴിക്കാണ് കേട്ടോ അകമല ക്ഷേത്രം വേണം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊന്ന് തൊഴൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പട്ടാമ്പി എത്തി കേട്ടോ. പട്ടാമ്പിയിൽ ഇതാ ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അത് കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഏട്ടൻ പ്രതിക്കിലേക്ക് ഇറങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ കാണാനും ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരും. ഏട്ടനെ ഞാൻ ഇപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ അതാ ഏട്ടനും എത്തി. അങ്ങനെ ഞങ്ങൾ നേരെ മസനഗുഡി ഊട്ടിക്ക് പിടിക്കുകയാണ്. അപ്പോൾ അതാ പോകുമ്പോൾ ഇരുട്ട് തന്നെയാണ്, വെളിച്ചമായിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും നമ്മൾ പുലർച്ചെ ആകുമ്പോഴേക്കും ഒരു 6 മണിയാകുമ്പോഴേക്കും മസനഗുഡി എത്തും. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ നല്ല ഭംഗിയിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം. മൃഗങ്ങളെയൊക്കെ കാണുന്നതാണ് ഏട്ടൻ പറയണേ. ഏട്ടൻ മുന്നേ പോയിട്ടുണ്ട് ആ വഴിക്ക്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാരണം ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും വണ്ടിയിൽ കിടന്നിട്ട് തന്നെ ഉറങ്ങിയിട്ടോ. കാരണം പുലർച്ചെ ഒരു 2-3 മണിയല്ലേ സമയം. അപ്പോൾ നമ്മൾ കുട്ടികളായാലും എല്ലാവരും ഉറങ്ങിയിട്ടോ. എനിക്ക് ഉറക്കം അങ്ങനെ കിട്ടില്ല. എങ്ങനെയാലും യാത്ര പോവുകയാണെങ്കിൽ പിന്നെ നമുക്കങ്ങനെ ഉറക്കം വരാനുള്ള ഒരു ഇതൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഉറങ്ങുമില്ല. അപ്പോൾ ഞാനിതാ രാത്രിയിലത്തെ കാഴ്ചകളാണെങ്കിലും ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ചുരമൊക്കെ കയറാൻ പോവുകയാണ്. ഒരു ചുരമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഇരുട്ടല്ലേ കണ്ടോ. അതൊക്കെയാണ് ചുരമാണിത്. അങ്ങനെ ഞങ്ങളിതാ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് സ്ഥലം പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വെളിച്ചക്കായ നമുക്ക് കാടും ഭംഗിയും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ആകാംക്ഷയിലാണ്. ഇങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ. കാരണം മസനഗുഡി വഴി ഊട്ടിന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ നേരിട്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആവണം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് കാടൊക്കെ ആവട്ടെ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം ആ നേരൊക്കെ ഒന്ന് വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണാനുണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താറായി. അവിടെ 6 മണിക്ക് ശേഷം കേട്ടോ ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ അതാ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കണം കണ്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ കേട്ടോ എത്തിയിരിക്കണത്. ഇപ്പോൾ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. പിന്നെയൊക്കെ അതാ വണ്ടികളൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതാ കാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഈ കാടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഏകദേശം നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടോ ചെറുതായി കോടൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. തണവുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം തണവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചയും കൂടിയല്ലേ. അപ്പോൾ ചെറുതായിട്ട് കോടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ ഇത് എന്താണെന്ന് കൂടെയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് ഇതാ കയറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ കുറേ വലിയ വലിയ വണ്ടികളാണ് കേട്ടോ. ഒക്കെ ചരക്ക് വണ്ടികളെ തോന്നുന്നു. പിന്നൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, വണ്ടികൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം മെല്ലെയാണ് വണ്ടി നീങ്ങുന്നത് തന്നെ. അപ്പോൾ ഞാനിതാ കുറേയൊക്കെ ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ചെറിയ ഹോട്ടലുകൾ, കടകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിതാ ഇനി ചെക്ക് പോസ്റ്റും കൂടി കടന്നാലാണ് നമുക്ക് ഇനി കാടിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ കാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഗൈസ്. കണ്ടോ എന്ത് ഭംഗിയാലേ കോടൊക്കെ ഇറങ്ങിയിട്ട്. ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുളിർ കയറുന്നു ഗൈസ്. അപ്പോൾ
അപ്പോൾ ഇതാ അതിലേക്കുള്ള കവാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്കിതാ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാടിലൂടെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത്. കണ്ടോ, വെൽക്കം ടു യു. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. അത് നമ്മളിതാ കടന്നു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ നല്ല കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല തടവുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കാട് കണ്ടോ, കാട്ടിൽ ഇനിയിപ്പോൾ മൃഗങ്ങളെ തിരഞ്ഞു നടക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഒന്നും കാണാനില്ല, ആകെ ഒരു പുക പോലെയാണ്. റോഡൊക്കെ നല്ല അതിമനോഹരമായ റോഡായിട്ടോ, ഒരു കുണ്ടും കുഴി അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം രാവിലെ ആയ കാരണോട് മൃഗങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നല്ല സൂക്ഷ്മയോടെ നിരീക്ഷിച്ചോ എന്നാണ് എൻ്റെ ഏട്ടൻ പറയണത്. അപ്പോൾ നമുക്ക് കാട്ടിൽ ഇനി എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല കോടാട്ടോ, എന്താ പറയണ്ടത്, രക്ഷയില്ല. രണ്ട് മാനിനെ കണ്ടു, നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ അപ്പോഴേക്കും വണ്ടി എടുത്തിട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ, അയ്യോ ഒരു മാനിങ്ങനെ കണ്ടതായിരുന്നു. അപ്പം അത് കാണാൻ വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. അന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇഷ്ടം പോലെ കാണാം, അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വെച്ചു. പക്ഷെ എനിക്കതിൽ ഉറപ്പൊന്നും ഉണ്ടായില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഭാഗ്യമല്ലേ എങ്ങനെ ഇരിക്കും നമുക്കറിയാലോ. അങ്ങനെ ഞങ്ങളിത് വിഷമിച്ച് പോവുകയാണ്. എന്തെങ്കിലും ഒരു മൃഗത്തിനെങ്കിലും കാണിക്കണ്ടേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഞാൻ ആകെ വടിയായി പോയില്ലേ. അത് കാരണം കൊണ്ട് ഞാനിതാ ക്യാമറ ഓഫാക്കാതെ ക്യാമറ പിടിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ദാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഒരു മൃഗത്തിനെങ്കിലും കാണാൻ പറ്റി ഗൈസ്. കാണുന്നില്ലേ, ഒറ്റക്കൊമ്പൻ, അതാണ്. അങ്ങനെ സന്തോഷമായിട്ട് ഇതാ പോവുകയാണ്. ഇതിനെങ്കിലും കണ്ടുല്ലോ. അത് കാരണം കൊണ്ട് പാവം രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ ആള്. ആളേനെ അധികം വയലന്റ് ആക്കണ്ട, നമുക്കിങ്ങനെ മന്ദമായി പോകാം. അപ്പൊ ഇനി വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ ഇനി എല്ലാവരും ക്യാമറയിലേക്ക് നോക്കിക്കോളേൻ. അപ്പൊ ഇനി നമുക്ക് മാനുകളുടെ ചാകര കാണാം ഗൈസ്. അപ്പൊ ഇത് കുറച്ച് മാനുകൾ ഇവിടെ മേഞ്ഞ് നടക്കുകയാണ്. രാവിലെ നല്ല ക്ലൈമറ്റും അല്ലേ, കണ്ടോ. ഞാൻ ഫോട്ടോ എടുക്കണ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൊമ്പൊക്കെ വെച്ചിട്ട് കണ്ടോ. എന്താണ് ഇവര് ഫോട്ടോ ഒക്കെ എടുത്തിട്ടല്ല പോകുന്നത് പറഞ്ഞിട്ട് നല്ല പോസൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് 4-5 ഉള്ളൂ, ഇതൊക്കെ എന്ത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും അടുത്ത സെക്ഷനായപ്പോൾ പിന്നെ കണ്ടു ഗൈസ്. അപ്പം ഇനി നിങ്ങൾ കണ്ടോളൂ, ഞാൻ വെറുതെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ മുഷിപ്പിക്കണത്. കാടിന്റെ ഭംഗി നിങ്ങൾ ആസ്വദിച്ചു ഗൈസ്. കലമാനോളാണിത്, കലമാനുണ്ടോ.
ഇഷ്ടം പോലെ വരുന്നേ, ഇഷ്ടം പോലെ അടിപൊളി. ചെവിയുണ്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നീ തന്നൂല്ലേ? ശബ്ദണ്ടാക്കല്ലേ? ഹലോ ഗൈസ്, ഇത് വെറും ചിത്രം വരച്ചതല്ല, ശരിക്കും ഒറിജിനൽ ആണ്. എല്ലാവരും കൂടി അമ്മോടെ നിങ്ങൾ ഇത് കാണൂ ഗൈസ്. സങ്കടം ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു കൂട്ടത്തോടെ വന്നു കേട്ടോ. ശരിക്കും ഇതിന്റെ അടുത്ത് മറ്റേ പുലി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഹലോ ഗൈസ്. Hey guys. Hey guys. Hello guys. Guys. ഇവിടെ നോക്കിയാലും മാനം ഉള്ളൂ കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ
ഷൂട്ടിലെത്തിയല്ലോ. അപ്പം ഇനി നമുക്ക് രാവിലത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. മക്കളൊക്കെ വിശന്ന് ഇരിക്കാൻ തുടങ്ങി, കുറേ നേരം വിശക്കുന്നു പറയണം. അപ്പം ഞങ്ങൾ നല്ലൊരു സ്ഥലം നോക്കി പോവുകയാണ്. എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് രാവിലത്തെ കഴിക്കാനുള്ള ഞങ്ങൾ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസൊക്കെ ഞങ്ങൾ കയ്യിൽ എടുത്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ ഒരു സൈഡിൽ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവിടെ അടുത്തൊരു ലൈക്ക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ പോവുകയാണെങ്കിൽ വെയിലാണ് ഗൈസ്. അങ്ങനെ ലൈക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങളിതാ അടുത്ത വ്യൂ പോയിന്റിലേക്കായിട്ട് ഞങ്ങളിനി പോകുന്നത്. ഊട്ടി മൊത്തം കാണാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 2 വട്ടം ഊട്ടിയിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടേക്ക് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ട് ഞങ്ങളതിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങളിതാ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇപ്പം അധികം തണവൊന്നും തോന്നുന്നില്ല. അങ്ങനെ കോടിറങ്ങിയൊക്കെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഊട്ടി പറയുമ്പോൾ നല്ല തണവും കോടിറങ്ങലൊക്കെ അല്ലേ ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഞങ്ങളിത് പോവുകയാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയമായാലും. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറുന്നോട് തന്നെയാണ് കുറച്ച് കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്താവശ്യമുള്ള വെച്ചാൽ അവിടെ നിന്ന് മേടിക്കാം. ഭക്ഷണമായാലും കുട്ടികൾക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങൾ അങ്ങനെ പലതരം കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളത് നമുക്ക് കാണാം എന്തായാലും.
അങ്ങനെ ഞങ്ങളുടെ വ്യൂ പോയിന്റിന് മേലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവിടെ ചായയും കടിയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അത് ഒരു ഗ്ലാസ് ചായയും പിന്നെ ഒരു മുളക് പൊടിച്ചൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് ടീ ഫാക്ടറിയിലേക്കാട്ടോ പോയത്. അങ്ങനെ ഞങ്ങളുടെ ടീ ഫാക്ടറിയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഹലോ, നമ്മളപ്പോൾ ഇവിടെ ടീ ഫാക്ടറിയിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം. നല്ല വെയിലാട്ടോ ഗൈസ്. ടീ ഫാക്ടറി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിതാ ടീ ഫാക്ടറിയുടെ ഉള്ളിലത്തെ കാഴ്ച കണ്ടിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ടീ ടേസ്റ്റിംഗ് പറഞ്ഞിട്ട് ഒരു ഇത് ഉണ്ട്. അതായത് അവിടെ ഒരു ഗ്ലാസ് ചായ നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് മേടിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ട്, നമുക്ക് നോക്കാമല്ലോ. ഇവിടെ ഉണ്ടാക്കുന്ന ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ടീ ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ, സൂപ്പർ ചായ കേട്ടോ. ഒരു ഗ്ലാസും കൂടി കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരു ഗ്ലാസ്സിനല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അവിടെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടീയെ കുറിച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളതുണ്ടോ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഹിസ്റ്ററി ഓഫ് ടീ ഒക്കെ അവിടെ ഉണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്പിംഗ് മാൾസ് ഉണ്ട് കേട്ടോ. അതായത് ചായപ്പൊടി അങ്ങനെ കുറേ സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാമല്ലോ വിചാരിച്ചവരെ ഒന്ന് മേടിക്കാൻ വിചാരിച്ചിട്ട് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നല്ല റേറ്റ് കേട്ടോ സംഭവം. നല്ല അവിടെ തന്നെ അവരുടെ ഫാമിൽ ഉള്ളതാണത്. അപ്പോൾ അങ്ങനെ ഓരോ പാക്കറ്റിലും കാര്യങ്ങളും ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ നല്ല മേടിച്ച് പോകണമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയത്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതാ അവിടെ സൈഡിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ നിന്ന നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ എന്താ ഇപ്പം ഇന്നത്തെ പ്രത്യേകത എനിക്ക് തോന്നണത്, അങ്ങനെ കോടൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. നല്ല വെയിലായിട്ടാണ് എനിക്ക് തോന്നണത്. പക്ഷെ തണവുണ്ട് കേട്ടോ, നല്ല തണവ് വരുന്നുണ്ട്. പക്ഷെ വെയിലുമാണ് തണവും ഉണ്ട്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മൾ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ചോക്ലേറ്റ്സ്, അവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് അതുണ്ട്. ഇതൊക്കെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് മേടിച്ചു. അതൊക്കെ അവിടെ ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ചോക്ലേറ്റ്സിൻ്റെ അവിടെ കണ്ടാൽ പിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും ഏത് മേടിക്കണം എന്ന് വെച്ചിട്ട് കൺഫ്യൂഷനിലാട്ടോ ഞങ്ങൾ നടക്കണത്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ആട്ടോ ഇവിടെ ഉള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒക്കെ അവിടെ മേടിക്കാൻ തോന്നും. അതാണ് ഇപ്പോൾ തിരുമോള് കണ്ടോ ഇതാ മേടിക്കുക വെച്ചിട്ടാണ് ഓൾ ഇരിക്കണത്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത കൗണ്ടറിൽ ഏതാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ അടുത്ത കട പറയാച്ചതാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ തൈലങ്ങളുണ്ട് കേട്ടോ. യൂക്കാലിസ്, അതുപോലെ വേറെ ഒരുപാട് നല്ല തലവേദനയുടെ, അതുപോലെ വേദന, കൈമുട്ട്, കാൽമുട്ട്, ആ വേദന ഈ വേദന പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരുപാട് മരുന്നുകളാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതാ ഗ്രാമ്പൂ, ഏലയ്ക്ക, പട്ട, കുരുമുളക്, അങ്ങനെ കുറേ ഐറ്റംസും വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങളിതാ മെയിൻ നമ്മുടെ സ്ഥലത്തേക്കാണ് പോയത്. ഫാൻസി സ്റ്റോർ റൂം, പിന്നെ ഡ്രസ്സിങ്, അവിടെ ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കയറി നോക്കിയെന്ന് മാത്രം, ഒന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങളിതാ ഫുഡും ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു, കാരണം മക്കളായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഞങ്ങളിതൊക്കെ കയറുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ അതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മുടെ ഊട്ടിയിൽ വന്നവരാരും ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാതെ പോയിട്ടില്ല ഗൈസ്. അപ്പം ഞങ്ങളിതാ എന്തായാലും ഇവിടെയും കൂടി നമുക്ക് കവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കയറണ്ടേ വിചാരിച്ചിട്ടാണ് പോണത്. എന്താ വെച്ചാൽ 2-3 വട്ടം ഇവിടെ വന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയില്ലല്ലോ എന്നല്ല, ഒക്കെ കണ്ടതല്ലേ, എന്നാലും ജസ്റ്റ് ഒക്കെ ഒന്ന് പോയി ഇരിക്കാം അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്നും ഇരിക്കാനുള്ളൊരു സ്പേസ് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ അവിടെ ഗ്ലാസ് ഹൗസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇത് അങ്ങനെ പോവുകയാണ്. പിന്നെ വെയിലിൻ്റെ കാര്യം പറയാനില്ല മക്കളെ, അമ്മാതിരി വെയിലാണ്. പൊട്ടിത്തെറിച്ച വെയിൽ പറയാച്ചാൽ പൊട്ടിത്തെറിച്ച വെയില. പിന്നെ തണവുണ്ട് കേട്ടോ. തണവിൻ്റെ ഒരു ഇതിൽ നമുക്ക് ആ വെയിലിൻ്റെ ചൂട് അറിയണില്ല. അങ്ങനെ ഞങ്ങളിത് ഗ്ലാസ് ഹൗസിലേക്ക് കയറിയപ്പോൾ ഒന്നും പറയാല്ല, പൂക്കളുടെ ഒരു ഭംഗി, അതിന് നമ്മൾ ഇവിടേക്ക് തന്നെ വരണം കേട്ടോ. ഇത്ര പൂക്കളാന്നാ പറയണ്ടത്. എന്ത് രസമാണെന്ന് അറിയോ നമ്മൾ ഈ പൂക്കളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ. അങ്ങനെ ഇവിടെ ഫോട്ടോഗ്രാഫറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റേ പൈസ കൊടുത്തിട്ട് അവർക്ക് ഫോട്ടോ ആക്കി തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്നും ചെയ്തില്ല. നമുക്ക് ക്യാമറ, നമ്മുടെ ഫോൺ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഇതാ പൂക്കളുടെ ഒരു എന്താ പറയുക, ഒരു ഏരിയയാണ് ഇവിടെ. പലതരം വെറൈറ്റി ചെടികളായാലും പൂക്കളായാലും അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കണ്ടോ, എന്തൊരു ഭംഗിയിലാന്നാ പറയണ്ടേ. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. കാരണം ഒരുപാട് നേരം ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ ഓരോ പോപ്കോണും കടിച്ച് പിടിച്ച് പോരുകയാണ് ഗായ്സ്. പുഴുങ്ങിയ പോപ്കോൺ കേട്ടോ. ഞാനത് എരിവ് വിചാരിച്ചു, പക്ഷെ അത് മധുരമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് പൈൻ വാലിയിലേക്കാണ് കേട്ടോ. ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ടോ വരണത്, ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല. ബാക്കിയുള്ള സ്ഥലമൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ പോയ പോലെ ഊട്ടിയിലത്തെ വേറൊരു സ്ഥലമാണ് പൈൻ വാലി കേട്ടോ. അപ്പോൾ പൈൻ വാലിയിലേക്ക് വന്നപ്പോഴും നമ്മുടെ സിനിമ ഷൂട്ടിങ്ങിന് ഒരുപാട് ആൽബത്തിനൊക്കെ വേണ്ടി ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും മേട്ടനും കൂടി ചെറിയൊരു സെറ്റൊക്കെ അവിടെ ഇട്ടു, വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ വീഡിയോ ഏട്ടൻ വീഡിയോ എടുക്കണുണ്ട്. ഞങ്ങളിതാ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഭംഗിയില്ലേ, ഒന്നും പറയാനില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്ത്, കുറച്ച് അവിടെ നിന്ന് ഊട്ടി കുറച്ചങ്ങോട്ട് വിട്ടിട്ട് ഞങ്ങൾ ഒരു ഹോട്ടൽ തപ്പി പിടിച്ച് കയറി. ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഗൈസ്. അങ്ങനെ മന്തി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാത്തിരിപ്പിനൊടുവിൽ മന്തി എത്തി. അങ്ങനെ മന്തി കഴിക്കുകയാണ് ഞങ്ങൾ. മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി ഇല്ലം പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നേരം പോയതൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും ഇരുട്ടായി. പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ എവിടെയും നമുക്ക് ഇനി കയറാനോ കാണാനോ ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇനി ഇരിക്കണത്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും സൂപ്പറായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം ഒരു 11:45 ആയിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് വീട്ടിലേക്ക് എത്തണത്. അങ്ങനെ ഇതാ ഏകദേശം വീട്ടിലൊക്കെ എത്താൻ തുടങ്ങുകയാണ്. 11:45 അപ്പോഴാണ് വീട്ടിലെത്തണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ, സീ യു.